ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ബാച്ചാനെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ബാച്ചാവോളും വരുന്നുണ്ട്. ബാച്ചാനെ കൂട്ടാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ വൈഷു സ്ട്രീറ്റിലേ കൂടി ഇവിടുന്ന് കുറച്ച് പോകണം. അങ്ങോട്ട് പോയാൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടുന്ന് നേരെ പൻവേയിൽ നോറ എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കയറണം. എന്നെ ഫുൾ വൈബായിരിക്കും ഗൈസ്. അതിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് 2 ദിവസം ഉണ്ടാവും. ബാച്ചാൻ്റെ ഓളും ഉണ്ടാവും. തിരക്കെല്ലാം തുടങ്ങി, സ്ട്രീറ്റിൽ കച്ചവടമെല്ലാം തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നടന്ന് പോവുകയാണ്. വൈബ് ഇന്ന് ഫുൾ എക്സ്പ്ലോർ ആക്കാനുണ്ട്. ഫുഡാണെങ്കിലും പിന്നെ എന്ത് ഐശു പുതിയ ഡ്രസ്സല്ലോ ഇട്ടിന് അടിപൊളി. എന്ത് മോശമില്ല അപ്പോൾ റാണി തന്നെ അങ്ങനെ അടിപൊളി. എല്ലാം വിൽക്കുന്ന കാണാൻ മതി. എല്ലാം ഉണ്ട്. ബദാം, പിസ്ത, ഡേറ്റ്സ് വിൽക്കുന്ന ഷോപ്സ് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഈത്തപ്പായം ഡേറ്റ്സ്, മെയിൻ ഡേറ്റ്സ് ഇവിടെ ഈത്തപ്പായം തോന്നിട്ടു. നമ്മൾ ഫ്ലവറിൻ്റെ ഷോപ്പ് പൈതി കൊണ്ടുപോയാണ്. അതെ ഇവിടെ ഫ്ലവറിൻ്റെ ഷോപ്പുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വിചാരിച്ച ഫ്ലവർ ഉണ്ടോ എന്നറിയില്ല. അക്കാ റോസ് ഉണ്ടാകാൻ ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ഫൈനലി നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ടിക്കറ്റ് എടുക്കാൻ വെയിറ്റിംഗ് ആണ്. ആളുണ്ട്. ആളിന് ഒരു കുറവില്ല ഇവിടെ. ആൾക്കാർക്ക് ഒരു കുറവില്ല അല്ല. അതിൻ്റെ ടൈം ആൾക്കാരാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ താഴെ റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് നേരെ പൻവേലിന് കുറവ് കൂട്ടണം. റിട്ടേൺ അതിലിങ്ങോട്ടേക്ക്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഗൈസ്. ഇവിടുത്തെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ലോക്കൽ ട്രെയിനെല്ലാം പായുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ട്രെയിന് വരുന്നുണ്ട്. ഇല്ല നമ്മളെ ട്രെയിൻ വരുന്നുണ്ട്. ഐശു ഇങ്ങനെ നടന്ന് ആടി നല്ലൊരു ബെയിലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ പൻവേൽ. ഇതിന് കയറണം, നേരെ പോകണം പൻവേലിലേക്ക്. ഇത് പൻവേലല്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കയറിയിട്ട് നേരെ പോകണം. ഫൈനലി ട്രെയിൻ കിട്ടി ഗൈസ്. ഐശു മുന്നിയും ചെയ്ത് ഗൈസ്. ഇങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് പോകുന്നുണ്ടാകുന്നത് നമ്മൾ കിട്ടി രമണീയമായ ഒരു ട്രെയിനിൽ നല്ല ആളൊന്നുമില്ല. ട്രെയിനിൻ്റെ ഉള്ളിൽ കുറച്ചാളേ ഉള്ളൂ. നല്ല പീസായിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇയാളോട് ഞാൻ ട്രെയിൻ പൻവേയിലേക്കാണെന്ന് ചോദിച്ചു. ഇയാൾ കൊണ്ടുവന്നേല. അപ്പൊക്ക് ചെവിയിൽ കുത്തിയിട്ട് ഫോണിൽ. ഫൈനലി നമ്മൂത പൻവേയിലേക്ക് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. എത്ര 1.5 മണിക്കൂറിന് ശേഷം. അപ്പോൾ നമ്മളെ ബാച്ച കാസർഗോഡിൻ്റെ വൈഫും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അമ്മ ഓരോ കൂട്ടാൻ പോണം. ഒരെത്തി. ട്രെയിൻ സ്ലോ ആക്കിന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിന്. എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഓരോ കൂട്ടിയിട്ട് അതിനോറെ കാണുന്ന വ്ളോഗ് ആയിരിക്കും അല്ല. ഇനി 2-3 ദിവസം അവരുണ്ടാവും. എക്സൈറ്റ്മെന്റ്. ഐശുവിൻ്റെ റിഷു വരുന്ന എക്സൈറ്റ്മെന്റിലാണ് ഐശു ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേസ്. അങ്ങനെ അങ്ങ് സ്റ്റെപ്പ് കയറിയിട്ട് ബെഞ്ച് ഇവിടെ ഫുൾ പണി എടുപ്പിക്കുന്നുണ്ട്. നാടകം എനിക്കല്ലോ. സ്റ്റെപ്പ് എത്ര നോക്ക്. നാടകം എന്ത് ഇതെല്ലാം നാച്ചുറല്. നാടകം ആക്കണമെന്ന് അറിയുന്നത് എന്താ. ഞാൻ ബെൻക്കാത്ത പോലെ വന്നിട്ട് മുണ്ടാണോ എന്ന് എന്നിനി കഴിഞ്ഞില്ലപ്പാ. കഷ്ടം. ബാച്ചാൻ്റെ ഓരോ ട്രെയിൻ വന്നതാ. കറക്റ്റ് ടൈമിംഗ് ആണ്. ഞങ്ങളും എത്തി. ബാച്ചാൻ്റെ ഓരോ ട്രെയിനും എത്തി. അതിന് ഫ്രണ്ടിൽ പോകണം. ഒരു ഫ്രണ്ടിലല്ലോ ഉള്ള. അങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് വരണപ്പോൾ ഫൈനലി ബാച്ച കാസർഗോഡിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങാടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. ഫൈനലി ഇതാ കണ്ടുമുട്ടി. ബാച്ച കാസർഗോഡിനെ കിട്ടിയിട്ടുണ്ട്.
ഇസാബിയെല്ലാം ഫോണിൽ കളിക്കുന്നുള്ള തിരക്കിലാണ് ഗൈസ്. നമ്മ വലിയൊരു പാലത്തിൽ കയറിയിട്ടുണ്ട്. പാലത്തിന്റെ പേരൊന്നും അറിയില്ല. ബൈ ബ്രിഡ്ജ് കാ നാം ക്യാ ഹൈ? അതന്നെ ഇപ്പം പറഞ്ഞ സാധനം. കടയില് ഫുള്ള് താഴെ കായലൊന്നുമല്ല കടയില്. ഫൈനലി ബാച്ചാനെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു സർവത്ത് കുടിക്കാൻ, കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. പർച്ചേസിങ്ങിന് ഇനിയാണ് നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന സ്ഥലം. ഹായ് പറ, ഹായ് പറ, ഹായ് പോലോ. ആ ഹായ്. നമ്മളെ ഇക്ക ഇതാ സാപ്പിൻ്റെ റിഷു ഉണ്ട്, ഐഷു ഉണ്ട്. ബാച്ച ഫുൾ തിരക്കിലുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പെർഫ്യൂം എല്ലാം നോക്കാൻ വന്നതാണ് ഗൈസ്. ലിസാബി നമ്മൾ പർച്ചേസിങ് എല്ലാം അതിൻ്റെ രാത്രിയായി ഫുള്ള് ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ പോവുകയാണ് ഗൈസ്. കോസ്മെറ്റിക്സ് എല്ലാം ഐസിൻ്റെ പീടിയല്ല, ഫുള്ള് ക്രീംസിൻ്റെ പീടിയാണ് ഇപ്പോഴുള്ള. നല്ല അടിപൊളി ക്രീംസിൻ്റെ പീടിയ ഗൈസ്. നഖത്തിനിടുന്നത് എല്ലാം ഉണ്ട്, നല്ല അടിപൊളി സാധനം. പിന്നെ എന്താ പറയാൻ, അതിൻ്റെ അടിയിൽ ജ്യൂസ് കച്ചവടം ഗൈസ്. അടിപൊളി ജ്യൂസ്. ഋഷു എന്തോ പർച്ചേസിങ്ങിലാണ്. ഐഷുവിനെ പണിക്കാക്കി സാധനം എല്ലാ ക്രീം എടുത്തോള്. മുടിക്കുള്ള താടിക്കുള്ള എല്ലാ ക്രീം എടുത്ത് തേച്ച് ലാസ്റ്റ് പൈസ ഇല്ല, അങ്ങനെ അവളെ പണിക്കാക്കിയിട. കൊറേ ക്രീം എടുത്ത് അങ്ങനെ പൈസ തേയായിട്ട് ഐഷുവിനെ പണിക്കെടുത്തിച്ച് സെറ്റ്. അടിപൊളി ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാനല്ല, രക്ഷയില്ലാത്തൊരു മാർക്കറ്റ്. ഗോൾഡ് സൂക്ക് ദുബൈലത്തെ നല്ല അടിപൊളി. അയ്യോ ഡേറ്റ്സും പിന്നെ ക്രീമും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ്. ബാച്ച കാസർഗോഡും ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ബേബേ ഹായ് പറ. ഏല നടക്കണമെന്ന് അറിയുന്നില്ല, ഏല ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. ഉപ്പ് മുതൽ കരിപ്പൂരം വരെ കിട്ടും ഇവിടെ, അങ്ങനെ പറയാം. കോസ്മെറ്റിക്സിന്റെ ഒരു ലോകം എന്ന് തന്നെ പറയാം. ദുബൈയിൽ A-to-Z മുട്ടായി കിട്ടുന്ന, ദുബൈക്ക് ബോംബെയിൽ നിന്ന് വന്നെങ്കിൽ നേരെ ഇവിടുന്ന് പർച്ചേസ് ആക്കാം, നാട്ടിലേക്ക് വിടാം. ദുബൈയിൽ പോലും കിട്ടാല്ല ഇത്ര മുട്ടായി. സത്യം പറയാലോ, ഇവിടെ പേരാ A-to-Z മുട്ടായി വാങ്ങാൻ പോവാം. എന്തോ ആണല്ലോ, ഡേറ്റ്സ് ആയാലും മുട്ടായി ആയാലും സ്ട്രോബെറീസ് എല്ലാ സാധനവും ഉണ്ട് ഗൈസ്. അടിപൊളി. ഐശ്വര്യ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫൈനലി ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിലേക്ക്. നോക്കട്ടെ, മീറ്റ് കയറാം. മീറ്റ് സിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഫുൾ ആൾക്കാരോട് പോയി നോക്കാം. നല്ല ഫുഡ് വരും. ഫസ്റ്റ് വാ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടൽ. ബോംബെയിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഹോട്ടൽ കാണുന്നത്. ഹോട്ടലിൽ മുത്ത തിന്നാൻ വന്നിട്ടില്ല. നമ്മളെ ഫുഡ് ഓർഡർ ആക്കുന്നതല്ല നമ്മളെ ബാച്ചാൻ്റെ ഓളായ സ്വന്തം ബാച്ചാൻ്റെ ഓള്. പിന്നെ ബാച്ചാവുണ്ട്, രണ്ടാളും ബ്ലാക്കും എല്ലാം ഇട്ടിട്ട് എന്ത് ചോദിക്കേണ്ട പോവാ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനത്തെ കഥ. ക്ലീൻ ആൻഡ് നീറ്റ്. ഇത്രയും നീറ്റ് ഹോട്ടൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് വൺ നല്ല സലാഡ് വന്നിട്ടുണ്ട് ഗായ്സ്. നല്ലൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണ് സാധനം? ചിക്കൻ ലസീസിയ വന്നിട്ടുണ്ട്. ഫുഡ് വന്നിട്ട് ഗൈസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ദാള് വരെ ഇത്രയും ടേസ്റ്റിൽ കഴിക്കുന്ന ആദ്യമായിട്ട്. അത്രയും ടേസ്റ്റ് ഗൈസ്. ഷെഫിനെ പിടിച്ച് മുത്തണം ഇപ്പോ. ഋഷുവിന്റെ കോഫി റെഡി ആകുന്നുണ്ട് ഗൈസ്. നല്ല ഋഷു അടിപൊളി കോഫി ഉണ്ടാക്കുന്നു. ഇത്ര വലിയ ഹോട്ടലിൽ വന്നിട്ട് ഓൾക്കായിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നുണ്ട്. എന്ത് മോശമില്ല, സെറ്റ്. ഏകദേശം അങ്ങ് തിന്നിട്ടുള്ളായി. ചായ വന്നിട്ടുണ്ടല്ല. അടിപൊളി ഫുഡ് കഴിച്ച് ഗൈസ്. അപ്പോൾ ചാച്ച ഉണ്ട്, നമ്മളെ ചാച്ചാടുള്ള നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും ഉണ്ട് ഗൈസ്. അങ്ങനെ പുറത്ത് ചെയ്യാൻ പോവുകയാണ്. പുറത്ത് ചെയ്യുമ്പോൾ ഫുൾ ക്രൗഡ്. ഹോട്ടല് മസ്റ്റ് ഡോങ്കേരിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആക്കേണ്ട ഒരു ഹോട്ടലാണ്.
സെൻട്രൽ റെസ്റ്റോറൻറ്റ്, ഫൈൻ ഡൈൻ, പാർട്ടി ഹാള്, AC ഹാള്. ഓക്കെ, സെറ്റ്, വെരി ഗുഡ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.